السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിച്ചു തുടങ്ങിയത്. വളരെയേറെ പ്രതികൂലകരമായ ഒരു സാഹചര്യത്തിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ വളരെയേറെ താൽപര്യപൂർവം രംഗത്തിറങ്ങിയെങ്കിലും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ദുർബലരായ വിശ്വാസികളും കപടവിശ്വാസികളുമെല്ലാം ആ യുദ്ധത്തിനുള്ള പുറപ്പാടില്ലെന്ന് ആളുകളെ പിന്തിരിപ്പിക്കുവാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുവെന്നും പിന്തിരിഞ്ഞു എന്നുമൊക്കെ കഴിഞ്ഞ നമ്മുടെ വിശദീകരണങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തബൂക്കിൽ നിന്ന് മടങ്ങുമ്പോഴുണ്ടായ വളരെ പ്രസിദ്ധമായ മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഖുർആൻ പറയുന്ന മറ്റൊരു സംഭവം. തബൂക്കിൽ നിന്ന് മദീനയിലേക്കുള്ള മടക്കയാത്രയിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. സൂറത്തു തൗബയിലെ തന്നെയുള്ള ആയത്തുകൾ. ഈ രണ്ടായത്തുകൾ ഇറങ്ങുന്നത് തബൂക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയോട് അടുക്കുമ്പോഴാണ്. എന്താ ഇതിലെ സംഭവം? മസ്ജിദുൽ ളിറാർ എന്ന് പറഞ്ഞിട്ടൊരു പള്ളി. ളിറാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപദ്രവം. ഉപദ്രവമുണ്ടാക്കാൻ വേണ്ടി മുനാഫിക്കീങ്ങൾ എടുത്ത പള്ളി. അതെന്താ അതിന്റെ ചരിത്രം? കപടവിശ്വാസികളായ ആളുകൾ, അതേ അവരുടെ വേറൊരു നേതാവുണ്ടായിരുന്നു മദീനയിൽ. അബ്ദുള്ളക്ക് പുറമേ പണ്ട് കാലത്തെ മദീനയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു പുരോഹിതൻ, അബൂ ആമിർ എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ മതം മാറിയിട്ട്, അറബിയായിരുന്ന അയാള് അതേ മുശ്രിക്കില്ലെന്ന് മതം മാറിയിട്ട് ക്രിസ്തീയ പുരോഹിതനായിട്ട് മാറി. അയാൾക്ക് അവർക്കിടയിൽ വലിയ പദവിയുമുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ അതേ അവിടെ നേതാവാകാൻ കാത്തിരുന്നിരുന്ന അബ്ദുള്ളയോടൊപ്പം നേതാവ് ചമഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നവനായിരുന്നു അബൂ ആമിർ എന്ന് പറയുന്ന പുരോഹിതനും. അങ്ങനെ അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ നബിക്ക് കിട്ടിയ സ്വീകാര്യത, ഇസ്ലാമിനുള്ള വളർച്ച, ഇതൊക്കെ ഇയാളെ വല്ലാതെ പ്രകോപിപ്പിച്ചു.
ഇയാളുടെ മനസ്സിൽ ഭയങ്കര വിഷമുണ്ടാക്കി. മുഹമ്മദ് വന്നിട്ട് മദീനയിൽ സ്വാധീനമുണ്ടാക്കുകയാണ്, ഇസ്ലാമിന്റെ വളർച്ച കിട്ടുകയാണ് എന്ന് കണ്ടപ്പോ അയാൾക്ക് വല്ലാത്ത വിഷമായി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാൾ ഇടക്കിടക്ക് മക്കയിലേക്ക് പോകും. എന്തിന്? നബിക്കെതിരെ സൈന്യത്തെ സജ്ജീകരിക്കാൻ. ഇടക്കിടക്ക് പോയിട്ട് പറയും, മുഹമ്മദ് മദീനത്തുണ്ട്, ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യാം, നിങ്ങൾ മദീനത്തേക്ക് വന്നോളിൻ, യുദ്ധം ചെയ്യാം. അങ്ങനെയാണ് ഉഹദിന്റെ സമയത്ത് വരെ ഇയാൾ അവിടെ പോയിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് പങ്കെടുക്കാൻ വരെ ഇതേ അബൂ ആമിർ മദീനയിൽ നിന്ന് മക്കയിൽ പോയിട്ടുണ്ട്. എന്തിന്? സമരത്തിന് സാലുകളെ സജ്ജരാക്കാൻ. അയാളും അവിടെ നിന്ന് കൂടെ വന്നു മദീനയിലേക്ക്, ഉഹദിലേക്ക്. അയാളാണ് ധാരാളം ചതിക്കുഴികൾ ഉണ്ടാക്കിയത് ഉഹദിന്റെ പോർക്കളത്തിൽ. കുറെ കുഴി ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ മണ്ണും ഇലയൊക്കെ വെച്ച് ചതിക്കുഴികൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ഇവനെന്നാണ് അബൂ ആമിർ. അങ്ങനെ അബൂ ആമിർ ഉണ്ടാക്കിയ ഒരു ചതിക്കുഴിയിലാണ് മഹാനായ നമ്മുടെ നേതാവ് വീണത്. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു, അവിടുത്തെ പല്ല് പൊട്ടി, അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം വന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ചരിത്രത്തിൽ? അത് ഇതേ അബൂ ആമിർ കുഴിച്ച ചതിക്കുഴിയിൽ വീണ. അത്ര രോഷമുണ്ടായിരുന്ന ആളാണ് അബൂ ആമിർ. അങ്ങനെ ഉഹദിന്റെ ഒക്കെ ശേഷം പിന്നെയും ഇവനെന്ത്, മദീനയിൽ ഇവൻ വേറെ ശ്രമം നടത്തി നോക്കി. സഹാബാക്കൾക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി. അൻസാരികളായ ആളുകളെ നബിക്കെതിരെ തിരിച്ചുവിടാൻ അവര് വേഗം തിരിച്ചറിഞ്ഞു ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന്. വേഗം അവര് മനസ്സിലാക്കിയിട്ട് അവരതിന് വേണ്ട പണിയെടുത്തപ്പോ അവന് മനസ്സിലായി, മദീനയിൽ എന്റെ ഒരു തന്ത്രോ ഇനി വിലപ്പോകൂല, മുഹമ്മദ് അടിച്ച് കയറുന്നതാണ്. അപ്പൊ അയാൾ വേഗം എവിടേക്ക് പോയി? ഹിർക്കൽ രാജാവിനെ സമീപിച്ചു. റോമിലേക്ക് പോയിട്ട് ഹിർക്കൽ രാജാവിനെ സമീപിച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ സഹായവും വാഗ്ദത്തം ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കുകയാണെങ്കിൽ മുഹമ്മദിനെ ഞാൻ ശരിപ്പെടുത്തി തരാം, ഇസ്ലാമിനെ ഞാൻ തകർത്തോളാം. അങ്ങനെ ഹിർക്കൽ രാജാവ് എല്ലാ സഹായവും അയാൾക്ക് ഓഫർ ചെയ്തു. ആ ഓഫർ ചെയ്തപ്പോ ഇയാൾ അവിടെ നിന്ന് മദീനയിലുള്ള മുനാഫിക്കീങ്ങൾക്ക് കത്തെഴുതുകയാണ്. എന്താ കത്തെഴുതുന്നത്? ഞാൻ വമ്പിച്ച ഒരു സൈന്യവുമായി കൊണ്ട് മദീനയിലേക്ക് മുഹമ്മദിനെ നേരിടാൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിന്റെ മുന്നോടിയായിട്ട് എന്റെ ചില ദൂതന്മാര് ഇടയ്ക്കിടെ അവിടുത്തെ വിവരങ്ങൾ അറിയാൻ എന്റെ എഴുത്തുമായിട്ട് ഞാൻ പറഞ്ഞേക്കും. അപ്പൊ അവര് വരുമ്പോ അവർക്ക് താമസിക്കാനും തങ്ങാനും ഒക്കെ ഒരു താവളം വേണം. അതിന് പോകുന്ന രൂപത്തിൽ ഒരു കെട്ടിടം നിങ്ങൾ സ്വകാര്യമായിട്ട് ഉണ്ടാക്കണം എന്ന് അബൂ ആമിർ അവന്റെ ഇവിടെയുള്ള മുനാഫിക്ക് ശിങ്കിടികളോട് കത്തയച്ചു. അങ്ങനെ കത്തയച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുടെ നേതൃത്വത്തിൽ 12 മുനാഫിക്കീങ്ങളുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വരുന്നതിന്റെ ഇടയ്ക്ക് ഇറങ്ങി താമസിച്ച ഖുബായുടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ശക്തമായ നിലക്കുള്ള സന്നാഹങ്ങളോടെ മറ്റൊരു കെട്ടിടം അവർ പണിതു. ആ കെട്ടിടം പണിയുമ്പോൾ അവരുടെ ഉള്ളില് അവരുടെ ശത്രുക്കള് ഈ സംഘത്തിന് വരുമ്പോൾ അവിടെ താമസിക്കണം, അവരുടെ ആളുകൾക്ക് താമസിക്കണം, അവരുടെ എല്ലാ കേന്ദ്രമാക്കി മാറ്റണം എന്ന നിലയ്ക്ക് ഖുബാ പള്ളിക്കപ്പുറത്ത് ഇവരുണ്ടാക്കിയ മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം പണി പൂർത്തിയായിട്ട് ഇവർക്കിങ്ങനെ അതില് കുതന്ത്രങ്ങൾ മെനയണം. അതിനിപ്പോ എന്ത് ചെയ്യണം? മുസ്ലിമീങ്ങളുടെ സപ്പോർട്ട് കിട്ടണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സപ്പോർട്ട് കിട്ടണം. അപ്പോ തബൂക്ക് യുദ്ധത്തിന് വേണ്ട പുറപ്പാട് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നത്. അപ്പോ ഈ ആളുകളൊക്കെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, മുനാഫിക്കാട്ടോ, അള്ളാന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഈ ആളുകൾക്ക് ദൂരത്തു നിന്നൊക്കെ വരുമ്പോ മഴയും അതുപോലെ തന്നെ പ്രയാസവും തണുപ്പും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ തങ്ങാനും നിസ്കരിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തങ്ങളൊന്ന് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു തരണം. നിങ്ങൾ വന്നിട്ട് അതിലൊന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്ത് തുറന്നു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചാലും മുനാഫിക്കീങ്ങൾക്ക് പറയാ, കണ്ടോ ഇത് അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി അവിടെ കുഴപ്പത്തിന്റെ ഫിത്നയുടെ കേന്ദ്രമാക്കി മാറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതറിയോ ഇവരുടെ കുതന്ത്രാണ്? ഇല്ല. അപ്പൊ യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോഴാണ് മുനാഫിക്കീങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ പള്ളി ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിസ്കരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് പറയുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിന്റെ പ്രത്യേകമായ ഒരു കാവൽ, അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം, ഞാനിപ്പോ ഒരു യാത്രക്കുള്ള പുറപ്പാടിലാണ്, തബൂക്കിലേക്ക് പോവുകയാണ്, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയതാണ്. ആ യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ
എന്താണ് അവിടെ ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ അവസ്ഥ എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനദാ ആയത്തിറക്കിക്കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നു. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറാ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ വല യഹ്ലിഫുന്ന ഇൻ അർദിനാ ഇല്ലൽ ഹുസ്നാ വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. നബിയെ വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ, വല്ലദീന തഖദൂ മസ്ജിദൻ, പള്ളി നിർമ്മിച്ചിട്ടുള്ള കക്ഷികൾ, പള്ളി ഉണ്ടാക്കിയിട്ടുള്ള കക്ഷികൾ, അവരുടെ ഉദ്ദേശം എന്താണ്? ദിറാറാ, അതുകൊണ്ട് സമൂഹത്തിൽ അതേ ബുദ്ധിമുട്ടുണ്ടാക്കലാണ്, അവിടെ ഫിത്നയുണ്ടാക്കാനാണ്, കുഴപ്പമുണ്ടാക്കാനാണ് ആ പള്ളി. വകുഫ്റൻ, അവരുടെ ആ വിശ്വാസം പ്രചരിപ്പിക്കാനാണ് ആ പള്ളി, അവരുടെ ആ വിശ്വാസങ്ങളും തോന്നിവാസങ്ങളും പ്രചരിപ്പിക്കാനുള്ളതാണ് ആ പള്ളി. വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, അതേ തഖ്വയിൽ അധിഷ്ഠിതമായ മുവഹിദുകളെ, വിശ്വാസികളെ, കുഫറില്ലാത്ത, ശിർക്കില്ലാത്ത, നിഫാഖില്ലാത്ത വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഒരു ചേരിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ആ കെട്ടിടത്തിന്റെ ഉദ്ദേശം. വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്ന കക്ഷികൾക്കുള്ള ഒളിത്താവളം എന്ന നിലക്ക് കൂടിയാണ് ആ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അവർ നബിയെ നിങ്ങളോട് അതൊന്നും പറയൂല. വല യഹ്ലിഫുന്ന, ആ മുനാഫിക്കീങ്ങൾ നബിയെ നിങ്ങളോട് സത്യം ചെയ്ത് പറയുക തന്നെ ചെയ്യും. ഇൻ അറദിനാ, നബിയെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഇല്ലൽ ഹുസ്നാ, നന്മയല്ലാതെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ടവർ സത്യം ചെയ്ത് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ വിശ്വസിക്കല്ല നബിയെ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹ് സാക്ഷിയാണ് കേട്ടോ, അവര് പെരും നുണയന്മാര് തന്നെ. നബിയെ പൊട്ടുപോണ്ട, അവരെ വാക്ക് കേട്ട് കുടുങ്ങിപ്പോണ്ട. കള്ളന്മാരാണവർ, നുണയന്മാരാണ്, വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്. പെട്ടുപോകരുത് നബിയെ. അതുകൊണ്ട് ലാ തഖും ഫീഹി അബദാ, ഇപ്പൊ തിരിച്ചു ചെന്നിട്ട് അത് കയറി കൂടാന്ന് മാത്രമല്ല, ഒരിക്കലും ആ പള്ളിയിൽ നിങ്ങൾ കയറി നിസ്കരിക്കരുത് നബിയെ. നിങ്ങൾ അവിടെ കയറി നിസ്കരിക്കരുത്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ പള്ളി ഏതാണെന്നോ? ലമസ്ജിദുൻ, ഒരു പള്ളി. ആ പള്ളി എങ്ങനത്തെ പള്ളിയാണ്? ഉസ്സിസ അല തഖ്വാ, തഖ്വയിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി, തൗഹീദിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി, സുന്നത്തിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി. അല്ലാഹുവിനെ വെറുപ്പുള്ളവര് കാര്യങ്ങളും നടത്താനോ നടക്കാൻ പാടില്ലെന്ന നിലക്കോ വളരെ കൃത്യമായ പ്ലാനോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി. മിൻ അവ്വലി യൗമിൻ, അത് ആദ്യ ദിവസം തന്നെ നിങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടില്ലേ? ആ പള്ളിയാണ് അഹഖു അൻ തഖൂമ ഫീ, താങ്കൾക്ക് കയറി നിസ്കരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട പള്ളി നിങ്ങളുണ്ടാക്കിയ ആ തഖ്വയുടെ മേൽ കെട്ടിപ്പൊക്കിയ പള്ളി തന്നെ. ആ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഫീഹി, അവിടെയുണ്ട് റിജാലുൻ, ചില പുരുഷന്മാരുണ്ട്. യുഹിബ്ബൂന അയ്യതതഖറൂ, അവർ ശുദ്ധിയാകുന്നത് അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാ രൂപത്തിലുമുള്ള മാലിന്യങ്ങളിൽ നിന്ന് അവർ ശുദ്ധന്മാരാണ്. മനസ്സിൽ ഒരു കുഫറില്ലാത്തവരാണ്, ശിർക്കില്ലാത്തവരാണ്, കാപട്യമില്ലാത്തവരാണ്, അസൂയയില്ലാത്തവരാണ്, കിബിറില്ലാത്തവരാണ്. ആ നിലക്കുള്ള ആത്മീയമായ സർവ്വരോഗങ്ങളിൽ നിന്നും ശുദ്ധന്മാരാണ് അവിടെ കൂടുന്ന ആളുകൾ. അതുപോലെ തന്നെ വളരെയേറെ ബാഹ്യമായ ശുദ്ധി കൈക്കൊള്ളുന്ന, വൃത്തിയോടെ നടക്കുന്ന ആളുകളുമാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ, ശുദ്ധി പാലിക്കുന്നവരെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ആയത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ആ പള്ളിയിൽ നിങ്ങൾ കയറണ്ട, നിങ്ങൾ അവിടെ നിസ്കരിക്കണ്ട. കാരണം അത് ളിറാറിന്റെ പള്ളിയാണ്, കുഫറിന്റെ പള്ളിയാണ്. തഫരീഖൻ ബൈനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പള്ളിയാണ്. അല്ലാഹുവിനോടും റസൂലിനോടും പോരടിക്കുന്നവർക്കുള്ള ഒളിത്താവളമാണ് ആ കേന്ദ്രം. ആ രൂപത്തിലുള്ള ദുഷിച്ച ലാക്കോടുകൂടി, ചിന്തയോടുകൂടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ കെട്ടിടത്തിലേക്ക് നബിയെ നിങ്ങൾ പോകരുത്. അവര് കള്ളന്മാരാണ്, അവര് നുണയന്മാരാണ്, അവര് വഞ്ചകന്മാരാണ്, അവര് ചതിയന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്തു ചെയ്തു? ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാഹിന്റെ റസൂൽ സഹാബിമാരോട് പറഞ്ഞു, പൊയ്ക്കോ, വേഗം ചെല്ല്. ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാനല്ല, വേഗം ചെല്ലാൻ പറഞ്ഞു.
ചെന്നിട്ട് പറഞ്ഞു, പൊളിച്ചു നീക്ക്. പൊളിച്ചു നീക്കിയാലും പോരാ, ചുട്ടുകരിക്ക്. സഹാബിമാർ ഒന്നടങ്ങ് പോയി ഉണ്ടാക്കിയ ബിൽഡിംഗ് പൊളിച്ചു, തീ കൊടുത്തു. ഒരൊറ്റ മുനാഫിക്കിന് പിന്നെ ശബ്ദം പൊങ്ങിയിട്ടില്ല. മുനാഫിക്ക് അതോടുകൂടെ പേടിച്ചരണ്ടു. പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ഇട്ടു, അത് പൊളിച്ചു നീക്കി. ആ ഫിത്ന അതോടുകൂടെ അവിടെ അവസാനിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയുടെ മഹത്വം എന്താ പറഞ്ഞത്? ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ. ആദ്യം ഉണ്ടാക്കിയ പള്ളി രണ്ടാമത് ഉണ്ടാക്കിയ പള്ളി എന്നല്ല. ആദ്യം ഉണ്ടാക്കിയ പള്ളി എന്ന് പറയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? ഉസ്സിസ അല തഖ്വാ, തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി. അതാണ് നമ്മുടെയൊക്കെ നാടുകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾക്ക്, തൗഹീദിന്റെ വക്താക്കൾക്ക് കയറി നിസ്കരിക്കാനും കുത്തുബിയത്തും റാത്തീബും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളൊന്നും പാടാത്ത അനാചാരങ്ങളില്ലാത്തൊരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പല ആളുകളും പറയും അത് ലിറാർ, മസ്ജിദുൽ ലിറാറാണ്, അത് മസ്ജിദുൽ ലിറാറാണ്, മദീനത്ത് മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ലിറാറാണത് എന്ന് പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിക്കാറുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം ഉണ്ടാക്കിയെടുത്ത് അനുസ്കരിക്കേണ്ടത്. ആദ്യം ഉണ്ടാക്കിയെടുത്ത് നല്ല അല്ല പറഞ്ഞത് ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം, തഖ്വയിൽ അധിഷ്ഠിതമായ ഒന്നാമത്തെ പള്ളി. തഖ്വ എവിടെയാണ് തഖ്വയുള്ളത്? അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മാത്രല്ല ഈ ആയത്ത് ഓരോരുത്തർ ഖുർആനിനെ വലിച്ചു ദുർവ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു അടയാളം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം സാന്ദർഭികമായിട്ട്. സൂറത്തു തൗബയിലെ ഈ ആയത്ത് ചില ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു, കണ്ടോ ഈ പള്ളിയെ പറ്റി പറഞ്ഞിടത്ത് അള്ള പറഞ്ഞ ഗുണമെന്താണ്? ഫീഹി റിജാൽ, നബിക്ക് നിസ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ പറഞ്ഞത് അവിടെ ആണുങ്ങളുണ്ടെന്നല്ലേ, അതുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിക്കൽ ഹറാമാകുന്നു. എന്താ തെളിവ്? ഖുർആനിലെ ഈ ആയത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കയറി നിസ്കരിക്കാൻ പറഞ്ഞ ഖുബായിലെ പള്ളിയുടെ ഗുണം പറഞ്ഞത് അവിടെ ആണുങ്ങളുണ്ടെന്നാണ്, റിജാൽ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കൽ ഹറാം തന്നെ. ഈ ആയത്ത് അതാണ് പഠിപ്പിക്കുന്നതെന്ന് സമൂഹത്തോട് വഅള് പറയുന്ന ലേഖനം എഴുതുന്ന ആളുകളെ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, വളരെ ഗുരുതരമായൊരു ദുർവ്യാഖ്യാനം എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പള്ളി എടുത്തപ്പോ ആ മദീനത്തെ പള്ളിയിലതാ പ്രത്യേകം ഒരു വാതിൽ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയുമുണ്ട്. ബാബുൻ നിസാ, സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള വാതില്, സ്ത്രീകൾക്ക് മാത്രം കടന്നു പോകാനുള്ള വാതില്. അതിലൂടെ ആണുങ്ങളെ പ്രവേശിക്കുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ അക്കാലത്ത് പോലും ശക്തമായി തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ബാബുൻ നിസാ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രവേശിക്കാനുള്ള കവാടം മദീനത്തെ പള്ളിയിലുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഫീഹി റിജാലുൻ എന്ന ആയത്തിന്റെ അർത്ഥം തിരിയാതെ പോയോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിക്കൽ ഹറാമാണെങ്കിൽ അത് ആദ്യം കേട്ട മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ആയത്തിന്റെ മഅനയും ആശയവും ഇവർക്ക് തിരിഞ്ഞതുപോലെ തിരിഞ്ഞില്ല എന്നല്ലേ വരിക? അതെത്ര അപകടമാണ്! അപ്പൊ വല്ലാത്ത ദുർവ്യാഖ്യാനാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം ഫീഹി റിജാലിനോടെ പുരുഷന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ വന്ന് നിസ്കരിച്ചില്ലേ? കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിആതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന സ്വലാത വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. ബുഖാരിയിൽ നമുക്ക് കാണാം, സത്യവിശ്വാസിനികളായ സഹോദരിമാര്, സഹാബ വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നല്ല ഇരുട്ടുള്ള രാത്രികളിൽ പോലും സുബഹി നിസ്കരിക്കാൻ വേണ്ടി പിന്നിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ആ സഹോദരിമാര് തിരിച്ചു പോകുമ്പോ ഏതാണ് ആ സഹോദരി എന്ന് തിരിച്ചറിയാനാവാത്തത്ര ഇരുട്ടുള്ള നേരത്താണ് അവർ മടങ്ങിപ്പോയിരുന്നതെന്ന് ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പൊ അള്ളാന്റെ റസൂലിന് ഫീഹി റിജാലിന്റെ അർത്ഥം തിരിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ആയത്തിന്റെ മഅനയും തഫ്സീറൊന്നും മനസ്സിലായില്ല എന്നല്ലേ വരിക? അല്ലാഹുവിൽ അഭയം. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ സമൂഹത്തിന് അനുവദിച്ചു കൊടുത്ത ഒരു കാര്യത്തെ മനഃപൂർവ്വം ഒരാൾ എതിർക്കുമ്പോൾ അയാൾ വല്ലാതെ പേടിക്കേണ്ടതുണ്ട്. ശക്തമായ ശിക്ഷയ്ക്ക് അയാൾ വിധേയനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു അനുവാദത്തെ ഒരായത്തോ ഒരു ദുർവ്യാഖ്യാനിച്ചിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ
അത് വളരെ ഗുരുതരമായ പാപമാണ്. നബിതങ്ങൾ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യത്തോട് ധിക്കാരം കാണിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒരാളതിരെ അവമതിക്കാൻ ശ്രമിച്ചാൽ കാഫിറായി പോകുന്ന കാര്യവും കൂടിയാണ്. ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ സാന്ദർഭികമായിട്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു സംഭവം മസ്ജിദുൽ ദിറാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് മടങ്ങി വരവെയാണ് അവതീർണമായിട്ടുള്ളത് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈമാനിനെ പുതുക്കുവാനും ആദർശ രംഗത്ത് അടിയുറച്ചു മുന്നേറുവാനും ശക്തമായ നിലക്ക് ആവുന്ന സേവനം